ലാലേട്ടൻ പറഞ്ഞത് അധിപന് ശേഷമാണ് ഒരു വക്കീൽ വേഷത്തിലെത്തുന്നത്. നേരെ എന്നൊരു സബ്ജക്റ്റ് കേട്ടപ്പോൾ അത് തനിക്ക് എന്ന് വെച്ചാൽ ലാലേട്ടൻ അത് കറക്റ്റ് ആകുമെന്ന് മനസ്സിൽ ആ സബ്ജക്റ്റിൽ എന്താണ് ഉൾക്കൊണ്ടത്? തീർച്ചയായിട്ടും കഥ തന്നെയാണ്. കഥ പറയുമ്പോൾ ആ കഥയുടെ ഒരു എന്താ പറയേണ്ടത്, അതിൻ്റെ അകത്തൊരു വലിയൊരു ക്ലിപ്പുണ്ട്, അതൊരു വലിയ സോഷ്യൽ റെലവൻസാണ്. പിന്നെ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഒരു നിസ്സഹായനായ ആളെന്നുള്ളത് നിസ്സഹായനായ ആളല്ല, വളരെ മിടുക്കനായ ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അയാൾ നിസ്സഹായനായി പോയതാണ്. പക്ഷെ ഒരു സമയത്ത് അയാൾ ഈ സത്യം കണ്ടെത്തണം എന്നുള്ള ഒരു ഇതിലേക്ക് കടക്കുകയാണ്. അതിനുവേണ്ടി അയാൾ വളരെ മിടുക്കനായ ഒരാളാണ്. അല്ലെങ്കിൽ അയാളുടെ കഴിവുകൾ ഉപയോഗിച്ചു അപ്പം സത്യത്തിൻ്റെ പുറകെ സഞ്ചരിക്കുക. ഇപ്പോൾ ഈ ശാന്തി പറഞ്ഞ പോലെ അത് കണ്ടെത്തിയാൽ മാത്രം പോലും അത് തെളിയിക്കുകയും കൊടുക്കണം. അപ്പോൾ അതിനുള്ള എഫേർട്ട് അയാൾ എടുക്കുകയും തീർച്ചയായിട്ടും അതിൽ അയാൾ സക്സസ്ഫുള്ളായി മാറുകയും അതാണ് കഥ. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിനയ പ്രാധാന്യമുള്ള റോളാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് മറുപടി പറയാൻ പറ്റില്ല. കാര്യം സിറ്റുവേഷൻസ് അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണല്ലോ. ഒരു ആക്ടറിന് അഭിനയിക്കാൻ സാധിക്കുന്ന സിറ്റുവേഷനാണ്. പിന്നെ കൂടെയുള്ള ആൾക്കാരുടെ ഡയലോഗും കാര്യങ്ങളൊക്കെ കൊണ്ടാണല്ലോ അയാൾ നിർഭയ അവസ്ഥയിലേക്ക്. അത്തരത്തിൽ ഒരുപാട് സ്ഥലത്ത് അദ്ദേഹത്തിന് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നിന്ന് അയാൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഈ സത്യം കണ്ടെത്തുകയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് വരാൻ പോകുന്ന സിനിമകൾ അല്ലെങ്കിൽ മുന്നേ ചെയ്ത സിനിമകളിൽ നിന്നെല്ലാം മാറി ചിന്തിക്കാവുന്നൊരു വേഷമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് എനിക്കൊരു പ്രത്യേകത, എനിക്ക് താല്പര്യം. ഈ ഇതിനകത്ത് കാണുന്ന നമ്മൾ ട്രെയിലറൊക്കെ കണ്ട പോസ്റ്റിലെ സീനുകളാണ് കൂടുതലും. ഇതിൻ്റെ പേര് തന്നെ നേരെ എന്നാണ്. നേരായ വഴിക്ക് നയിക്കുന്ന ആ നയത്തിലൂടെ കേസുകൾ തെളിയിക്കാൻ പറ്റുന്ന ഒരു അഭിഭാഷകനായിട്ട് തന്നെയാണോ താങ്കൾ? കണ്ടിട്ട് പറഞ്ഞു അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് നേരെ തെറ്റിയിരിക്കുന്നത്. അത് ജസ്റ്റിസ് കണ്ടെത്തുക. ഞാനത് നേരത്തെ പറഞ്ഞാൽ തീർച്ചയായിട്ടും എപ്പോഴും അങ്ങനെയല്ലേ, ഒരാൾ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് അയാൾ സക്സസ്ഫുള്ളായി മാറുമോ ഇല്ലയോ എന്നുള്ളത് സിനിമ കണ്ടിട്ടേ പറയാൻ. ഒരു പക്ഷേ അയാൾ ചിലപ്പം സക്സസ്ഫുള്ളായി മാറിയേക്കണം, അല്ലാതെ മാറിയേക്കണം. 21-ാം തീയതി വരെ ഒന്ന് അടങ്ങിയിരിക്കും. ഒരു റോഡിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ പലപ്പോഴും ഒരു സിനിമ തുടങ്ങുന്നതിനൊക്കെ മുമ്പ് പ്രകൃതിയോട് എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞാണ് റോഡിന് വേണ്ടി തുടങ്ങുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അതിവനിലെ ക്ഷാമാവുമ്പോഴും നേരിലെ വിജയമാകുമ്പോഴും ഹെൽപ്പ് മീ തന്നെയാണോ പ്രോസസ്? തീർച്ചയായിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നവര്, പിന്നെ ഇതിൽ കൂടുതൽ എന്ന് പറയുന്നത് ശാന്തി എന്ന് പറയുന്നത് ഒരു കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റാണ്. കൂടുതൽ കാര്യങ്ങൾ ഒരു സാധാരണ ആൾക്കാർ പറഞ്ഞു തരുന്നതിൽ കൂടുതൽ നമുക്ക് പറഞ്ഞു തരാൻ മനസ്സിലാക്കാം. കാര്യം അവരെല്ലാ ദിവസവും ചെയ്യുന്ന ജോലിയാണ്, അവർ കാണുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് നമ്മളെ ഇൻസ്പയർ ചെയ്യാൻ പറ്റി ഒരുപാട് എനിക്കത് സഹായകരമായിട്ട് മാറി. അതായത് പറയാം, അതുപോലെയുള്ള ആളങ്ങനെ കോർട്ട് റൂമിലൊന്നും പോയിട്ട് ഒരു കേസൊന്നും മാറി. ഇത് വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നതാണ്. അതിലെ ഇപ്പോൾ ഒരുപാട് നിയമങ്ങളുണ്ട് കോടതിയിൽ, പ്രൊസീജിയേഴ്സ്. ഇത് നമ്മൾ സിനിമയിൽ കാണുന്ന പല സിനിമകളിലും അത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് ഒന്നും കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ കാണിച്ചിട്ടുള്ളത് അത്രത്തോളം സത്യമായിരിക്കില്ല. അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൽ അതാ ഞാൻ പറഞ്ഞിട്ട് 60-70% വരെ നമ്മളത് വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ, രമേശ് സാർ പറഞ്ഞ പോലെ, അത് മുഴുവൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഡോക്യുമെൻ്ററി ഫിലിം പോലെ നമ്മൾ അതിനെ ഒരു പരിധിയിൽ കൂടുതൽ സിനിമാറ്റിക് ആയിട്ട് അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ ഏറ്റവും നന്നായിട്ട് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു. ഈ അതിവന്റെ ശ്യാം സിനിമാറ്റിക് ആണ്, നേരിലെ വിജയം കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ്. അപ്പോൾ പെർഫോമൻസിലും ആ വിധത്തിൽ അപ്രോച്ചിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അതിൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സിനിമ ചെയ്തത്. നമുക്കതിൽ ഒരു തമാശയോ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ പ്രത്യേകിച്ച് ആവശ്യമില്ലാത്തൊരു കാര്യം പറയാൻ പാടില്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ആ കഥാപാത്രത്തെ നമ്മൾ ചെയ്യാൻ. ലാലേട്ടൻ ചിത്രത്തിനായി പ്രേക്ഷകർ കാത്തിരിക്കാൻ നേരത്ത് അവരെന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? നമ്മൾ പറയാൻ ഒരു നല്ല സിനിമയായിരിക്കാം. നമ്മൾ ഇതുവരെ ചെയ്യാത്ത, അല്ലെങ്കിൽ ഇതുവരെ ആരും ഒരു പക്ഷേ സിനിമയിൽ കൊണ്ടുവരാത്തൊരു പ്രമേയമാണ്. അപ്പോൾ അത് ആ സിനിമ കണ്ടിട്ട് വേണം തീരുമാനിക്കാൻ. എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അല്ലേ, നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇവരങ്ങനെയാണല്ലോ, ഞാൻ ഉദ്ദേശിച്ച പോലെ ശരിയായില്ല, എന്താണ് ഉദ്ദേശം എന്നറിയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എൻ്റെ സംവിധായകരായാലും എൻ്റെ അഭിനയിക്കുന്നവരായാലും എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് ആ സിനിമ കൊണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ പുറത്ത് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഭയങ്കരമായ ട്വിസ്റ്റുകളും അല്ലെങ്കിൽ ഭയങ്കര ഒരു ക്രൈം ത്രില്ലറോ അങ്ങനെയൊക്കെയുള്ള സിനിമ അല്ലെന്ന് തന്നെയാണ് ആദ്യമേ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് എക്സ്പെക്ട് ചെയ്തിട്ട് വരുന്നവർക്ക് അങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കും. പക്ഷേ അവർക്ക് വേറെ ഒരു തരത്തിൽ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ